പണിപ്പുരയിലേക്കുള്ള മൂന്നാമത്തെ ടാസ്ക്, അതായത് ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടിട്ടുള്ള ടാസ്ക്. ഈ വീടിന് വേണ്ടി എന്തും ത്യജിക്കാനും ത്യാഗം ചെയ്യാനും മനസ്സുള്ള ഒരാൾക്കാണ് ഈ ടാസ്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇവരെല്ലാവരുടെയും പേരെഴുതി ഒരു ബൗളിലിട്ടിട്ട് അതിനകത്തുനിന്ന് നറുക്കെടുക്കുന്നു. അത് ആദിലേൻ്റെയും നൂറേൻ്റെയും പേരാണ് വരുന്നത്. അങ്ങനെ ആദിലയും നൂറയാണ് ഈ ടാസ്ക് ചെയ്യാനായിട്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നത്. 750 പോയിന്റ്സിന് വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ്. ആക്ടിവിറ്റി ഏരിയയിൽ 4 കാർഡുകൾ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കാർഡിൽ നിങ്ങൾ ഈ ടാസ്ക് ചെയ്യാൻ റെഡിയാണോ എന്നുള്ളത് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവർ റെഡിയാണ് എന്ന് പറയുന്നു. രണ്ടാമത്തേതിൽ ഫാമിലി വീക്ക് വരാൻ പോവാണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്ന് ഇവർ പറയുന്നു. മൂന്നാമത്തെ ടാസ്കിൽ ഫാമിലി വീക്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 പേരുടെ ഫാമിലി, അത് ആരുടെയൊക്കെ ഫാമിലി വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പറയാൻ പറയുന്നു. അങ്ങനെ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ശരത്തിൻ്റെയും രേണുവിൻ്റെയും റെനേൻ്റെയും ഫാമിലി വരണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നു. നാലാമത്തെ കാർഡിൽ 750 പോയിന്റ്സ് വേണോ, നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ 3 പേരുടെ ഫാമിലി വരണോ എന്നുള്ളത്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. അതിൽ ആദില പറയുന്നു ഫാമിലി വരണതാണ് നല്ലത്, കാരണം നമുക്ക് ബിഗ് ബോസിൽ നിന്ന് പോയാലും പിന്നീട് ആലോചിച്ച് സന്തോഷിക്കാൻ പറ്റുന്നത് ഈ ഫാമിലി വരണമെന്നുള്ളത്, ഫാമിലി വരുമ്പോഴാണ്. ഇപ്പം നമുക്കായാലും നമ്മുടെ ഫാമിലിയൊക്കെ വരണമെന്ന് ആഗ്രഹമില്ലേ, അപ്പോൾ അതുപോലെ അവർക്കും ആഗ്രഹം ഉണ്ടാവും ഫാമിലിനെ കാണുമ്പോഴത്തേക്കിനുള്ളൊരു സന്തോഷം. ഇപ്പോൾ ഫുഡാണ് നമ്മളപ്പോൾ നൂറ പറയുന്നുണ്ട് ഫുഡും അവരെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൽ പറയുന്നു ഫുഡാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോഴത്തേക്കിന് ബിഗ് ബോസിൽ പോയിട്ട് ഇന്ന ദിവസം എന്ത് ഫുഡ് കഴിച്ചു എന്നൊന്നും നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നില്ല. ഇപ്പം ഇവിടെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫാമിലിയിലെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയാലും നമുക്ക് ഓർക്കുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും അത് സന്തോഷമായിരിക്കും. അതുകൊണ്ട് നമുക്ക് 750 പോയിന്റ്സ് വേണ്ട, ഫാമിലീനെ തന്നെ ചൂസ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന്. അങ്ങനെ നേരെ ഇവർ ലിവിങ് റൂമിലേക്ക് വരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾറെഡി ഫാമിലി തന്നെ വന്നാൽ മതി. അപ്പോൾ ശരത്ത് ആദ്യം വന്നിട്ട് ഇവരെ ഹഗ് ചെയ്യുന്നു, രേണു വന്നിട്ട് കരയുന്നു, എനിക്ക് കിച്ചുവിനെ കാണാം ഋതപ്പിനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് റെനയും വന്നിട്ട് ഹഗ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവർ ഈ ഫാമിലി വേണോ അതോ ഈ 750 പോയിന്റ്സ് വേണോ എന്നുള്ള ആദിലേൻ്റെയും നൂറേയും തമ്മിലുള്ളൊരു ഡിസ്കഷനിൽ ഇവർ രണ്ടുപേരും സംസാരിച്ച രീതി ഇവരുടെ ക്വാളിറ്റി തെളിയിക്കുന്നതായിരുന്നു. കാരണം ഇവർ മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഫാമിലി മതി, 750 പോയിന്റ്സ് വേണ്ട എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു ഇത് നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണോ, കാരണം ഇനി നിങ്ങൾക്ക് തരുന്ന ടാസ്കുകളൊക്കെ ബുദ്ധിമുട്ടേറിയതായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ പറയുന്നു ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്, ഫൈറ്റ് ചെയ്തോളാന്ന്. അപ്പോൾ ഇവർക്ക് ടോട്ടലി കൊടുത്തിരിക്കുന്ന 3000 പോയിന്റ്സിൽ നിന്ന് 750 പോയിന്റ്സ് കുറയ്ക്കും. അങ്ങനെ ഫാമിലി വന്നാൽ മതി എന്നുള്ളത് എല്ലാവരും കൂടെ ചൂസ് ചെയ്യുന്നു. അതാണ് ഇന്നലത്തെ പ്രൊമോയിൽ വന്നിട്ടുള്ള ഒരു ടാസ്ക്. പ്രൊമോ കണ്ടപ്പോഴത്തേക്കിനും ആദിലയും നൂറയും എവിക്റ്റായി പോയോ എന്നുള്ളത് വിചാരിച്ചിരുന്നു. അങ്ങനെയല്ല, ഇതായിരുന്നു ആ ടാസ്ക്.